ഇവരെന്ത് ചെയ്തു? ഈ ചാരൊക്കെ മാറ്റി മാറ്റി അകത്തെത്തി താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്താ, ചാരം കുറേ മാറ്റിയപ്പോണ്ട് പ്രഹ്ലാദൻ കൈകളെ ശിരസിൽ വെച്ച് നിൽക്കുകയാണ്. പ്രഹ്ലാദന്റെ ആ കൈകൾ കണ്ടു. കുറച്ചും കൂടി ചാരം മാറ്റി പ്രഹ്ലാദന്റെ ശിരസ് കാണാനുണ്ട്, കുറച്ചുകൂടി മാറ്റി നെറ്റി കാണാനുണ്ട്, കുറച്ചുകൂടി മാറ്റി കണ്ണ് കാണാനുണ്ട്, കുറച്ചുകൂടി മാറ്റി പ്രഹ്ലാദന്റെ മൂക്ക് കാണാനുണ്ട്, കുറച്ചും കൂടി മാറ്റി പ്രഹ്ലാദന്റെ ചുണ്ട് കാണാനുണ്ട്. ആ ചുണ്ടിന്റെ അവിടെയുള്ള ചാരം മാറ്റിയപ്പോഴേക്കും ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരാ ഇങ്ങനെയുള്ള നാമജപാണ്. നോക്കൂ, പ്രഹ്ലാദന്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല. അപ്പൊ അവള് ചെത്തുപോയി. അതെന്താ കാരണം? നീ തീയുകൊണ്ടല്ലേ മരിക്കായുള്ളൂ എന്ന് പറഞ്ഞ സുദർശനമയച്ച എന്ത് ചെയ്തു? അവളുടെ കഥ കഴിച്ചു. ആ സുദർശനൻ തന്നെ പ്രഹ്ലാദനൊരു കവചമായി നിന്നു. ഒരു തീനാമ്പ് പോലും പ്രഹ്ലാദന്റെ മേലെ സ്പർശിച്ചില്ല എന്നർത്ഥം. ഇങ്ങനെ നോക്കൂ കുട്ടികളെ, ഏതൊക്കെ രീതിയിൽ അച്ഛനെന്നെ കൊല്ലാൻ നോക്കി, എനിക്ക് യാതൊരു ആപത്തും പറ്റിയില്ലല്ലോ. അതാണ് എൻ്റെ ഭഗവാൻ. തന്നെ സേവിക്കുന്നവൻ ചെറിയ കുട്ടിയാണോ, വലിയ ആളാണോ, യുവാവാണോ, വൃദ്ധനാണോ, ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, പുരുഷനാണോ, സ്ത്രീയാണോ, ദേവനാണോ, അസുരനാണോ, ഇതൊന്നും ഭഗവാൻ നോക്കുന്നില്ല എന്നർത്ഥം. ദേവോ അസുരോ മനുഷ്യോ യക്ഷോ ഗന്ധർവ ഏവച സ്മരൻ മുകുന്ദചരണം ഭക്തിമാൻ സ്യാൽ യഥാ വയം. എന്നെ ഭഗവാൻ രക്ഷിച്ചില്ലേ, അതുപോലെ ഏതൊരാളെയും ഭഗവാൻ രക്ഷിക്കും. അതുകൊണ്ട് കുട്ടികളെ നാമം ജപിച്ചോളൂ എന്നാണ്. കുട്ടികൾക്ക് ഉത്സാഹം കൂടി, കുട്ടികൾ നാമം ജപിക്കാൻ തുടങ്ങി. നമുക്കും വേഗത കൂട്ടണം. അങ്ങനെ കുട്ടികളുടെ ഈ നാമജപം കേട്ടിട്ടാണ് ആരുടെ വരവ്? ഹിരണ്യകശിപുവിന്റെ വരവ്. അച്ഛൻ വർണ്ണ കണ്ടപ്പോഴേക്കും പ്രഹ്ലാദൻ അച്ഛന് നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. പക്ഷേ പ്രഹ്ലാദൻ നമസ്കരിച്ചപ്പോൾ ഹിരണ്യകശിപുവിന് എന്താ തോന്നിയെന്നറിയോ? പ്രഹ്ലാദൻ തന്നെ എന്ത് ചെയ്തു എന്നാ തോന്നിയത്? ട്രോൾ ചെയ്താണ് തോന്നിയത്. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ അല്ലേ, ട്രോളലാണല്ലോ. പ്രഹ്ലാദൻ തന്നെ ട്രോളിയും തോന്നി. എന്താ കാരണം? അച്ഛനെ ഇത്രയൊക്കെ നോക്കിയിട്ട് എനിക്കൊരു കുഴപ്പം പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ നമസ്കാരം. എടാ വിനയമില്ലാത്തവനെ, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ സ്തബ്ധം മച്ഛാസനോദ്ധൂതം നേഷ്യത്വാദ്യമക്ഷയം. എടാ വിനയമില്ലാത്തവനെ, ബുദ്ധിയില്ലാത്തവനെ, കുലം മുടിക്കാനായി പിറന്നവനെ, എന്നോട് എതിരിടാൻ ആരാണ് നിന്റെ ശക്തി? ഇന്ന് ഞാൻ നിന്നെ യമപുരിയിലേക്ക് അയക്കുന്നുണ്ട്. ആദ്യം നീ പറയേ, ആരാ നിന്റെ ശക്തി? അച്ഛനൊരു ശക്തി, എനിക്കൊരു ശക്തി, അങ്ങനെയില്ല. എല്ലാവർക്കും ഒരേ ഒരു ശക്തിയാണ്. അത് സാക്ഷാൽ നാരായണനാണ്. അച്ഛൻ്റെ ഉള്ളിലുള്ള ആസുരികമായിട്ടുള്ള മനോഭാവത്തെ ഇല്ലാതെയാക്കിയ അതെങ്ങനെയല്ലാണ്ടാക്കുക? സജ്ജന സംസർഗത്തിലൂടെ. അപ്പോഴാണ് അച്ഛനും ആ നാരായണനെ അനുഭവിക്കാൻ സാധിക്കുക. എന്നൊക്കെ ഇങ്ങനെ പ്രഹ്ലാദൻ ഭംഗിയായിട്ട് ഉപദേശം കൊടുക്കുമ്പോഴാണ് ഹിരണ്യകശിപു പറയുകയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താ? നീ ചാകാൻ പോകുന്നവനാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കേട്ടാ ബുദ്ധിയില്ലാത്തവനെ, ഞാനല്ലാതെ കൊണ്ട് മറ്റൊരു ഈശ്വരനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ആ ഈശ്വരൻ? പ്രഹ്ലാദൻ ചുറ്റും നോക്കാൻ തുടങ്ങി. എന്താ ഹിരണ്യകശിപു ചോദിച്ചത്? എവിടെയാ ഈശ്വരനാ ചോദിച്ചത്? പ്രഹ്ലാദൻ ചുറ്റും നോക്കുക. ഈശ്വരനില്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോന്നാ നോക്കിയത്. പ്രഹ്ലാദൻ നോക്കുമ്പോൾ ഭഗവാനില്ലാത്തൊരു സ്ഥലം കാണാനില്ല. ഹിരണ്യകശിപു നോക്കുന്നുണ്ട്. ഹിരണ്യകശിപു നോക്കുമ്പോൾ ഒറ്റയ്ക്കിലും ഭഗവാനെ കാണാനില്ല. പ്രഹ്ലാദൻ നോക്കുമ്പോൾ ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥാനം കാണാനില്ല. അവസാനം ഹിരണ്യകശിപു ചോദിക്കുകയാണ്, ഉണ്ടോ എങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിലില്ല? കസ്മാൽ സ്തംഭേന, എനിക്ക് കാണാനുണ്ടല്ലോ എന്ന് പ്രഹ്ലാദൻ നിർഭയനായിട്ട് പറയാണ്. എന്നാൽ ഞാൻ ആ തൂൺ ഇടിച്ചു പിളർക്കും, അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ളവൻ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ വന്നാൽ ആദ്യം ഞാൻ അവനെ നിഗ്രഹിക്കും, അതിനുശേഷം നിന്നെയും ഞാൻ നിഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച ആളുമായിട്ട് ആ ഹിരണ്യകശിപു പ്രഹ്ലാദൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ആ തൂണിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് മാത്രമല്ല, തൻ്റെ സർവശക്തിയും തൻ്റെ കൈകളിലേക്ക് ആവാഹിച്ചെടുത്ത് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഹിരണ്യകശിപു ആ സ്തംഭത്തിൽ ആഞ്ഞിരിക്കുന്നു. ഹിരണ്യകശിപുവിന്റെ ഇടി കിട്ടിയതോടുകൂടി സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയെന്നൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്വതം സ്തംഭ കശ്ചന സംഭപാതചലിതോപി
അംഭോജഭൂർവിഷ്ടരാൽ ഒരു ഇടി കിട്ടിയതോട് കൂടിയിട്ട് എന്തൊന്നില്ലാത്തൊരു അട്ടഹാസത്തോട് കൂടിയിട്ട് ആ തൂണുകട് പിളർന്നു. ആ തൂണുകട് പിളർന്നപ്പോ എന്തായി ചോദിച്ചാൽ അംഭോജഭൂർവിഷ്ടരാൽ ഭൂമിയിൽ നിന്നും മുകളിലാണ് ഏതാ സത്യലോകം, ബ്രഹ്മാവിന്റെ ലോകം. ആ സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവിന്റെ സിംഹാസനം പോലും ഒന്നങ്ങോട്ട് കിടുകിടാൻ വിറച്ചു അത്രേ. എവിടെ നിന്നാണ് ഈ ഘോരമായിട്ട് അട്ടഹാസം എന്നറിയാൻ വേണ്ടി ഹിരണ്യകശിപു നോക്കുമ്പോഴാണ് നരഹരിയായിട്ട് ഭഗവാന്റെ വരവ്. എന്നാൽ വരാഹമൂർത്തിയെ കണ്ടപ്പോൾ കളിയാക്കലാണ് ഹിരണ്യാക്ഷൻ ആദ്യം തോന്നിയത്. അതുപോലെ അയ്യയ്യേ, ഈ മനുഷ്യനും മൃഗമല്ലാത്ത സാധനമാണോ നിന്റെ ഈശ്വരൻ എന്ന് ചോദിച്ച് ഹിരണ്യകശിപു ചെന്നെങ്കിലും ഭഗവാന്റെ ഭീതിതമായിട്ടുള്ള ആ ഒരു രൂപം കണ്ടതോടുകൂടി ഒന്നങ്ങോട്ട് പേടിച്ചെങ്കിലും ഇവനെ എനിക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന ഭാവത്തിൽ ഹിരണ്യകശിപു ഭഗവാനുമായിട്ട് യുദ്ധമാണ്. സന്ധ്യാസമയം വരെ യുദ്ധം നീണ്ടു നിന്നു. എന്തിനു വേണ്ടിയിട്ടാ? വന്ന കാര്യം കഴിച്ചു പോക്കൂടെ? എത്രയൊക്കെ നീട്ടി പിടിക്കേണ്ട കാര്യമുണ്ടോ? അവിടേക്ക് നിർത്തി പോണ്ടത് 7-7:15 ആയി. എന്തിനാത്? സത്യം വിധാതം ബ്രഹ്മാവിനോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പകൽ മരിക്കരുത്, രാത്രി മരിക്കരുത്. അത് രണ്ടും ഇല്ലാത്ത സമയം എപ്പോഴാ? സന്ധ്യാസമയം. മനുഷ്യൻ എന്നെ കൊല്ലരുത്, മൃഗം എന്നെ കൊല്ലരുത്, രണ്ടും കൂടി ചേർന്നതാണല്ലോ വന്നിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവരുടെയും വാക്ക് സത്യമാക്കണ്ടേ? ഭഗവാനത് ആ സന്ധ്യാസമയമായപ്പോഴേക്കും ഒരു അട്ടഹാസം. അതോടുകൂടി ഹിരണ്യകശിപുവിന്റെ സപ്തനാടികളും തളരുകയാണ്. ഹിരണ്യകശിപുവിന്റെ ശരീരത്തിൻ്റെ വാരിയെടുത്തു ഭഗവാൻ. നേരം കൂടെ നടന്നു, ഉമ്മറപ്പടിയിരുന്നു. ഞാൻ അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്. ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി. ഞാൻ ആകാശത്ത് വെച്ച് മരിക്കരുത്, ഞാൻ ഭൂമിയിൽ വെച്ച് മരിക്കരുത്. ഞാൻ ആയുധം കൊണ്ട് മരിക്കരുത്, ആയുധമല്ലാത്ത വസ്തു കൊണ്ട് മരിക്കരുത്. ഒരാളോട് സൗഹൃദമായിരിക്കുമ്പോൾ മരിക്കരുത്, ഒരാളോട് യുദ്ധം ചെയ്യുമ്പോൾ മരിക്കരുത്. ജീവനുള്ള വസ്തു കൊണ്ട് ഞാൻ മരിക്കരുത്, ജീവനില്ലാത്ത വസ്തു കൊണ്ട് ഞാൻ മരിക്കരുത്. എല്ലാ വാക്കിനെയും സത്യമാക്കാനാണ് ഉമ്മറപ്പടിയിൽ തൻ്റെ മടിയിൽ ഹിരണ്യകശിപുവിനെ കിടത്തി എന്ന് മാത്രമല്ല, അനേകായിരം കൈകളുള്ള ഭഗവാന്റെ 2 കൈകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ കൈകളിലും ആയുധങ്ങളുണ്ട്. ഈ 2 കൈകളിൽ നഖങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ട്. ആ നഖം ഹിരണ്യകശിപുവിന്റെ നെഞ്ചെല്ലങ്ങോട്ട് കൊത്തിയുടെ ഇറക്കി ഹിരണ്യകശിപുവിന്റെ നെഞ്ചങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറി ആ ജീവനെ ഭഗവാൻ തന്നിലേക്ക് സ്വീകരിച്ച ചണ്ടിയായിട്ടുള്ള ശരീരത്തെ വലിച്ചെറിഞ്ഞു. ആ ഭഗവാനെ സ്തുതിച്ച് ശാന്തനാക്കാൻ അനവധി ആളുകൾ ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ടൊന്നും പറ്റിയില്ല. അവസാനം പ്രഹ്ലാദനെ കൊണ്ടാണ് ആ ഭഗവാനെ ശാന്തനാക്കാൻ പറ്റിയത് എന്ന രംഗം